യെസ്, തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായുള്ള ചമയ പ്രദർശനം ആരംഭിച്ചു. പൂരത്തിൻ്റെ മറ്റുകൂട്ടാൻ ഇരു ദേവസ്വങ്ങളും അണിനിരത്തുന്ന വർണ്ണക്കുടകളും സ്പെഷ്യൽ കുടകളും പ്രദർശനത്തിന് ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കുന്ന വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് മനോജ് ചേർത്തിട്ടുണ്ട്. മനോജ്, പ്രതിസന്ധിയൊക്കെ ഒഴിയുന്നു, ആഘോഷത്തിലേക്ക് തൃശ്ശൂർ വീണ്ടും എത്തുന്നു. അല്പം ആശങ്കയുണ്ടായിരുന്നെങ്കിൽ ആശങ്കയൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു. ചമയ പ്രദർശനമൊക്കെ എങ്ങനെയാണ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നത്? ഒപ്പം സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ മനോജ്? തീർച്ചയായും ഉമേഷ്, ഇനി മുതൽ പൂരത്തിന്റെ ഈ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവമ്പാടിയിലെ ഈ ചമയ പ്രദർശനത്തിലാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ ചമയ പ്രദർശനം ഉദ്ഘാടനം കഴിഞ്ഞു. അതിനുശേഷം ഓരോരുത്തരായി ഈ ചമയ പ്രദർശനം കാണുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ കാണുന്നത് കുടകളാണ്. ഈ തിരുവമ്പാടി വിഭാഗത്തിന്റെ കുടകളാണ്. ദേവസ്വം കഴിഞ്ഞ കുറേ കാലമായി തന്നെ ഓരോ കുടകളും അതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ദേവസ്വത്തിന്റെ ഭാരവാഹികളും അതോടൊപ്പം എല്ലാവരും നേതൃത്വം നൽകിക്കൊണ്ടുള്ള വർണ്ണാഭമായിട്ടുള്ള ഈ കുടകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ഈ ചമയ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 60 സെറ്റ് കുടകളാണ് വരുന്നത്. ഇതിൽ തന്നെ സ്പെഷ്യൽ കുടകൾ, സസ്പെൻസായി കുടമാറ്റത്തിന് കാണിക്കുവാൻ വേണ്ടിയുള്ള കുടകളൊക്കെ തന്നെ പ്രദർശനത്തിന് എത്തിച്ചിട്ടില്ല. മറ്റുള്ള കുടകളാണ് ഈ വർണ്ണക്കാഴ്ചകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പല നിറങ്ങളിലുള്ള, പല ഡിസൈനുകളിലുള്ള, പല രൂപങ്ങൾ പതിപ്പിച്ചിട്ടുള്ള കുടകളാണ്. അതൊക്കെ തന്നെ വലിയ ആകർഷണീയമായിട്ടുള്ള കുടകൾ തന്നെയാണ് ഇപ്രാവശ്യം ഈ തിരുവമ്പാടി വിഭാഗവും അതുപോലെ തന്നെ പാറമേക്കാവ് വിഭാഗവും ഒരുക്കിയിട്ടുള്ളത്. ഈ കുടകളൊക്കെ തന്നെ കാണുവാൻ വേണ്ടി നിരവധി ജനങ്ങൾ, അതായത് പൂരപ്രേമികളും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലെ അടക്കം നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ കുറേയധികം മാസങ്ങളായി തന്നെ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആദ്യം മുകളിൽ മുത്തുക്കുടകളാണ്. ആ കുടകൾ കഴിഞ്ഞ ശേഷം തിരിച്ച് ആനവട്ടം, അതിനുശേഷം വെഞ്ചാമരം, അതിനുശേഷം നെറ്റിപ്പട്ടം, അങ്ങനെ ഓരോ സെറ്റുകളായി തന്നെ ഈ ചമയ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൂരത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ജനങ്ങൾക്ക് കാണുവാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ചമയ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായും അതിനുവേണ്ട നിയന്ത്രണങ്ങളും ഉണ്ട്. ഓരോരുത്തരും കണ്ട് മടങ്ങുവാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. പാറമേക്കാവിലും ഇതുപോലെ തന്നെയാണ്. ഇന്ന് 11 മണിയോടുകൂടി ഈ ചമയ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. അതൊക്കെ കാണുവാൻ വേണ്ടി നിരവധി ജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവരൊക്കെ തന്നെ ഈ ചമയ പ്രദർശനം കണ്ടുകൊണ്ട് ഈ പൂരത്തെ വരവേൽക്കുകയാണ്. എന്തായാലും പൂരത്തിന് തുടക്കമായി കഴിഞ്ഞു. ചമയ പ്രദർശനം കാണുവാൻ വേണ്ടി എത്തിയതാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഈ കടുത്ത വേനലിലും ഈ ചൂടിലും ഞങ്ങളിത് എത്തുന്നത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഞങ്ങൾ എല്ലാ വർഷം വരാറുള്ളതാണ്. ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്, എന്നാലും ഞങ്ങൾ എല്ലാ വർഷം വരാറുള്ളതാണ്. ഈ പൂരത്തിന്റെ ഭാഗമാകും. ഇതൊന്നല്ല പൂരം, വെള്ളിയാഴ്ചയാണ് ശരിക്കുള്ള പൂരം. ഇത് വെറും സാമ്പിൾ മാത്രം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇന്ന് സാമ്പിൾ വെടിക്കുട്ട്. അതെ, ഇന്ന് സാമ്പിൾ വെടിക്കുട്ടാണ്. വൈകിട്ട് വരും ഞങ്ങൾ. എങ്ങനെയുണ്ട് ചമയ പ്രദർശനം? അടിപൊളി. എത്ര വർഷമായിട്ട് ഈ ചമയ പ്രദർശനം കാണുവാൻ വേണ്ടി? ഫസ്റ്റ് ടൈമാണ്. കണ്ടത് വളരെ നഷ്ടമായി പോയി. ഇത്ര നാൾ ഇവിടെ ഉണ്ടായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. നേരത്തെ ടിവിയിലൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ നേരിട്ട് കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം. എന്തായാലും ഇപ്രാവശ്യത്തെ പൂരം പൊളിക്കും. തീർച്ചയായും ഓരോരുത്തരും അവർ കണ്ട അനുഭവങ്ങളും അത് ഇനി ഈ പൂരത്തിന്റെ ഭാഗമാകുന്ന കാര്യമൊക്കെയാണ് പറയുന്നത്. ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ ഈ പൂരത്തിന്റെ ഈ ഒരു ചമയ പ്രദർശനം കാണാൻ വേണ്ടി എത്തിയ എങ്ങനെയുണ്ട്? നന്നായിരുന്നു. ഈ കുടകളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ചമയ പ്രദർശനം കണ്ടിട്ടുണ്ടോ? ഇത് എത്രാമത്തെ പ്രാവശ്യം? ഇത് 3ാമത്തെ. അടിപൊളിയല്ലേ? ഞങ്ങള് എല്ലാ വർഷവും കാണുന്നതല്ലേ പൂരം. ഞങ്ങള് തൃശ്ശൂർക്കാരാണ്. പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും പൂരത്തിന്റെ ഭാഗമാറുണ്ട്. അതെ. ഞങ്ങളെല്ലാത്തിനും വരും പൂരത്തിന്. ഞങ്ങളുടെ വീട് നെല്ലങ്കരയാ. അത് കാരണം ഞങ്ങൾക്ക് എളുപ്പമല്ല വരാനായിട്ട് തൃശ്ശൂർക്ക്. ഞങ്ങൾ വരും എപ്പോഴും. അടിപൊളിയാ. പൂരം പൊളിക്കും.